വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മൾ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രധാനമായിട്ടും 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ ഓരോ ഡെപ്പോസിറ്റിൻ്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദം കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. അപ്പോൾ താഴെയുള്ള കൺസെപ്റ്റ് മാപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വേർഡ് തന്നിട്ടുള്ളത്, എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഫോർ വിച്ച് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ്. ഒരു ലോവർ റേറ്റിൽ നമ്മൾ എന്താണ് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. മണി ഈസ് വിഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ. എ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു റെഗുലർ ഇൻ്റർവെല്ലിലാണ് നമ്മൾ ആ ഒരു ഫിക്സഡ് എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. എന്താണ്, ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ തന്നിട്ടുള്ളത് കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓരോന്നിലും വരുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് കറണ്ട് ഡെപ്പോസിറ്റിൽ വരുന്നത് ഏതാണ്, ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് കറണ്ട് ഡെപ്പോസിറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്നത്, അഥവാ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇതാണ്. ഇനി ബി എന്താണ്, സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ് അല്ലേ. സേവിങ്സ് ഡെപ്പോസിറ്റിൽ വരുന്നത് ഏതാണ്, എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റ് ഓർ വിച്ച് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ് എന്ന് പറയുന്നതാണ് ബി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് റിക്വയറിംഗ് ഡെപ്പോസിറ്റ് ആണ്. അതിൽ വരുന്നത് ഏതാണ്, എ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് റെഗുലർ ഇൻ്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് എന്നുള്ളതാണ് വരേണ്ടത്. ഇതാണ് സിയിൽ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നേരെ വന്നിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതിൽ വരുന്നത് മണി ഈസ് വിഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് എന്നുള്ളത് ഇതാണ് ഈ ഡിയിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളിത് എഴുതി കൊടുക്കാൻ. അങ്ങനെയാവും എഴുതിയിട്ടുണ്ടാകുക എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ബാങ്കിനെയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജപ്പാൻ ഈസ് എ ഏഷ്യൻ കൺട്രി വിത്ത് എ യുണീക്ക് ജോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ജപ്പാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു യുണീക്ക് കൺട്രി ആണ് അല്ലേ. ഒരു യുണീക്ക് ജോഗ്രഫിയാണ്, അവിടെ ഏഷ്യൻ കൺട്രിയാണ്. അവിടെ ഹിസ്റ്ററി ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും അതിലൊക്കെ ഒരു യുണീക്നെസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എ ചോദ്യം, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ കറക്റ്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജപ്പാൻ ഫ്രം ഹിൻസ് പ്രൊവൈഡഡ്. താഴെ കൊടുത്തിട്ടുള്ള ഹിൻസ് നോക്കുക, അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ജപ്പാനെ കുറിച്ചിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സ്റ്റീപ്ലി ഫ്ലോയിങ് റിവേഴ്സ് ആണ്, വാസ്റ്റ് ഡെസേർട്ട് ആണ്, സറൗണ്ടഡ് ബൈ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഫ്രീക്വൻറ്റ്ലി അക്വയറിംഗ് എർത്ത് ക്വേക്സ്. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റീപ്ലി ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ്ലി ഒക്യൂറിംഗ് എർത്ത് ക്വേക്സ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഈ രണ്ട് ആൻസേഴ്സ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, 1ഉം 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിങ് മോർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ലിറ്ററേച്ചർ ആൻഡ് ഫുഡ് ഓഫ് ജപ്പാൻ. ജപ്പാനിലെ ഫുഡും ലിറ്ററേച്ചറും ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജപ്പാൻ ലിറ്ററേച്ചർ കൊടുത്തിട്ടുണ്ട്. കോച്ചിക്കി ഈസ് എ വർക്ക് ദാറ്റ് ഡിസ്ക്രൈബ് ട്രഡീഷണൽ ഹിസ്റ്ററി. ട്രഡീഷണൽ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് കോച്ചിക്കി എന്ന് പറയുന്ന വർക്ക്. ഇനി എന്ത് കൊടുക്കാം നമുക്ക്, ജപ്പാനിലെ ഓൾഡസ്റ്റ് ലിറ്റററി വർക്കാണ് എന്ത്, ദ ടൈൽ ഓഫ് ഗെഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദ ടൈൽ ഓഫ് ഗെഞ്ചിയെ കുറിച്ച് ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ദ ടൈൽ ഓഫ് ഗെഞ്ചി. അതുപോലെ തന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയട്രി പറയുന്നുണ്ട്. ഏതാണ് പോയട്രി ആണ്, ഹൈക്കു എന്ന് പറയുന്നത്. ഓക്കെ, ഹൈക്കു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചും അവിടെ എഴുതി കൊടുക്കാം. ഇനി റൈസ് ഈസ് എ സ്റ്റേബിൾ ഫുഡ് ഐറ്റം. എന്താണ്, റൈസ് ആണ് അവിടുത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. സുഷി ഈസ് ദാറ്റ് ഫേമസ് ഫുഡ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്.
സുഷി എന്ന് പറയുന്ന അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ്. ആൻഡ് നൂഡിൽസ് ഈസ് ഫേമസ് ഫുഡ്. നൂഡിൽസ് അല്ല, ഒരു രാമൻ എന്ന് പറയുന്ന ഒരു ഫുഡും അവിടെ ഫേമസ് ആണ്. ഓക്കെ, രാമൻ എന്ന് പറയുന്ന ഫുഡും അവിടെ നമുക്ക് ഫേമസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രാമൻ. ഒരു നൂഡിൽസ് സൂപ്പാണ്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ കുഴപ്പമൊന്നും ഇല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. നെക്സ്റ്റ് വണ്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വേൾഡ്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ C രാധാകൃഷ്ണൻ, ജവഹർലാൽ നെഹ്റു. ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി ചോദ്യം, റൈറ്റ് ഡൗൺ ദ ഫ്യൂ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ ഗിവൺ ഫീച്ചേഴ്സ്. താഴെ കൊടുത്തുള്ള ഫീച്ചേഴ്സിൽ എന്താണോ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വണ് കൊടുത്തിട്ടുണ്ട്, ദ ഹെഡ് ഓഫ് ദ നേഷൻ ഈസ് എലക്റ്റഡ്. എന്താണ് അത്? ഏതാണ്? അവിടെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആണ്. രണ്ടാമത്തെ പോയിന്റ്, റെഡ്യൂസസ് ഇനീക്വാളിറ്റി ആൻഡ് എൻഷുവർ സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുകയും ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ്. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സോഷ്യലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സോഷ്യലിസം എന്ന് എഴുതിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോഷ്യലിസം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദ നേഷൻ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. അതേതാണ്? സെക്യുലറിസം ആണ്, അല്ലെങ്കിൽ സെക്യുലർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പീപ്പിൾ ആർ സോവിയൻ എന്ന് പറയുന്നത് ഏതാണ്? സൊവേറിയൻ എന്നുള്ളതാണ്. അവിടുത്തെ പരമാധികാരം എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, സൊവേറിയൻ. ഇനി വാട്ട് ഈസ് മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The right, duties and rules that are officially included in the constitution and must be followed by everyone. എല്ലാവരും എന്താണ്? റൈറ്റ്സും ഡ്യൂട്ടീസും റൂൾസും ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ടു ഈക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൂൾസ് അബൌട്ട് ഗവൺമെൻറ് പവേഴ്സ് എന്നൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ 4 ഹാസ് 2 പാർട്സ്, 4A ആൻഡ് 4B. ആൻസർ എനി വൺ. ഏതിനെങ്കിലും ഒന്നിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഓഷ്യൻസ് ആർ വാസ്റ്റ് ബോഡീസ് ഓഫ് വാട്ടർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ്. കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഒരു വാസ്റ്റ് വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ ഓഷ്യൻസ് എന്ന് പറയുന്നത്. എ ചോദ്യം, പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഫോർ എനി വൺ ഓഫ് ദ ഓഷ്യൻസ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഇൻക്ലൂഡിങ് ഇൻഫർമേഷൻ ഫ്രം ദ ഗിവൺ മാപ്പ്. മാപ്പിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ഒരു ഓഷ്യനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഒരു കാർഡ്, റീഡിംഗ് കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നെയിം ഓഫ് ദ ഓഷ്യൻ കൊടുക്കുക. ഇപ്പോൾ പസഫിക് ഓഷ്യൻ ആണെങ്കിൽ അത് കൊടുക്കുക. കോണ്ടിനെൻറ്റ് ഷെയറിംഗ് ബൗണ്ടറീസ് ഏതൊക്കെയാണ്? സൗത്ത് അമേരിക്ക ആൻഡ് നോർത്ത് അമേരിക്ക. അതുപോലെ ഡീപ്പസ്റ്റ് റീജിയൻ ഏതാണെന്നുള്ളത് എഴുതി കൊടുക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും എഴുതി കൊടുക്കുക. ഇപ്പോൾ പസഫിക് ഓഷ്യൻ്റെ അതർ ഇത് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ കൊടുക്കാം നമുക്ക്? പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഷ്യൻ ആണ്, ഡീപ്പസ്റ്റ് ഓഷ്യൻ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലാർജസ്റ്റ് ആണ്, ഡീപ്പസ്റ്റ് ആണ്, അതുപോലെ മെനി ഐലൻഡ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ഐലൻഡുകളുണ്ട്, മെനി ഐലൻഡ്സ്. റിച്ച് മറൈൻ ലൈഫാണ് അവിടെ ഉള്ളത്, റിച്ച് മറൈൻ ലൈഫ്. ഇതൊക്കെ നമുക്കവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ഓർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓഷ്യോനോഗ്രഫി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻസ്. ഓക്കെ, ഓഷ്യോനോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഓഷ്യൻസിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഹൗ ഈ സ്റ്റഡി ഓഫ് ഓഷ്യൻ യൂസ്ഫുൾ ടു അസ്? പ്രിപ്പയർ എ നോട്ട്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്റ്റഡി നമുക്ക് ഉപയോഗപ്രദമാകുന്നത്? എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ സോഴ്സുകൾ ഉണ്ട് എന്നുള്ളത്, അല്ലേ? സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്ര ഡീപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ മറൈൻ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടൻറ്റ് ഓഫ് ട്രൈഡിനെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. പ്രിപ്പയർ എ പ്ലക്കാർഡ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ കൺസർവേഷൻ. ഓഷ്യൻ കൺസർവേഷനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓഷ്യൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു അസറ്റ് കൂടെയാണ്. അതിന് ശരിക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ അതിന് ഉത്തരം എഴുതാൻ. ക്വസ്റ്റ്യൻ 5 has 2 parts, 5A and 5B. 5Aയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ നേഷൻ ഈസ് ദ ഫൈനസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നേഷൻ എന്ന് പറയുന്നത്.
ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ഓഫ് എ നേഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെയുള്ളതിൽ ഏതൊക്കെയാണ് നേഷൻ്റെ എലിമെൻറ്റ്സ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. പോപ്പുലേഷൻ, ടെറിറ്ററി, ലാംഗ്വേജ്, സോവേണിറ്റി. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഏതൊക്കെയാണ്? ഇതിലെല്ലാതും എന്താണ്? ഒരു നേഷൻ്റെ എലമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി കൊടുക്കാം. ഓൾ ഓഫ് ദ എബവ് എന്നുള്ളത് കൊടുക്കാം. ബി ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡ് ദ ഫീച്ചേഴ്സ് ഓഫ് സോവർണിറ്റി ആസ് എൻ എലമെന്റ് ഓഫ് എ നേഷൻ. എങ്ങനെയാണ് സോവർണിറ്റി എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് നേഷൻ ആയിട്ട് മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? ജനങ്ങൾക്ക് അവിടെ എന്ത് വേണം? അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കണമെങ്കിൽ അവിടെ സോവർണിറ്റി എന്നുള്ളത് ആവശ്യമാണല്ലേ. അപ്പോൾ സോവർണിറ്റി എന്ന് പറഞ്ഞതാണ് മീൻസ് ദാറ്റ് നേഷൻ ഹാസ് ദ സുപ്രീം പവർ ടു മേക്ക് ഇറ്റ്സ് ഓൺ ലോസ് ആൻഡ് ഗവൺ ഇറ്റ്സെൽഫ് വിത്തൗട്ട് ബീയിങ് കൺട്രോൾഡ് ബൈ എനി അതർ കൺട്രി. യാതൊരു കൺട്രിയും കൺട്രോൾ ചെയ്യാതെ അതിന് ഒറ്റയ്ക്ക് എന്താണ് അതിന് ഒരു ലോ എടുക്കാനും അതുപോലെ ഗവൺമെൻറ് ഇറ്റ്സെൽഫായിട്ട് ഒരുപാട് പവർ എടുക്കാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പവറിനെയാണ് നമ്മൾ സോവർണിറ്റി എന്ന് പറയാം. അപ്പോൾ ശരിക്കും വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നമ്മുടെ മേലെ ഒരു കൈകടത്തൽ പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അവിടുത്തെ ജനങ്ങളെ നമുക്ക് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 5B ആണ്. The laws, policies and programs of the nation are implemented through various bodies of the government. ഒരു ലോസ് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ എടുക്കുന്നത് എന്താണ്? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് വേരിയസ് ബോഡീസ് പ്രകാരമാണ്. ചോദ്യം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു വേരിയസ് ബോഡീസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട താഴെയുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒന്നാമത്തേത് ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ദ ലോസ്. എന്താണ്? ജുഡീഷ്യറിയാണ് ലോസിനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ദ ലെജിസ്ലേച്ചർ മേക്ക് ദ ലോസ്. എന്താണ്? ലെജിസ്ലേറ്റീവ് ആണ് ആ ലോസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദ എക്സിക്യൂഷൻ വിങ്സ് ഇംപ്ലിമെൻറ്റ് ദ ലോസ്. എന്താണ്? എക്സിക്യൂഷൻ ആണ് ഈ ലോസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ നോക്കുക. 1ഉം 3ഉം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എക്സ്പ്ലെയിൻ ഹൗ ദ നേഷൻ ആൻഡ് ദ ഗവൺമെൻറ് ആർ ഇൻ്റർ റിലേറ്റഡ്. എങ്ങനെയാണ് നേഷനും ഗവൺമെൻറ്റും ഇൻ്റർ റിലേറ്റ് ചെയ്തിട്ട് പോകുന്നത്? ഒരു നേഷൻ്റെ എന്താ പറയുക നിലനിൽപ്പ് എന്താണ്? ആരുടെ കയ്യിലാണ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് അല്ലേ. ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷനാണ് ഒരു നേഷൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നിശ്ചയിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി എക്സിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. 6ാമത്തെ ചോദ്യം, the lifestyle and livelihood inhabits each Tinai used to differ based on the geographical peculiarities of the Tinais. അപ്പോൾ നമുക്കറിയാം തിനൈ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ ഇവിടെ ഒക്കെ കൂട്ടുകാർ വായിച്ചു നോക്കുക. ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റിലേറ്റിംഗ് ദ സിറ്റുവേഷൻ ഇൻ ദ ന്യൂസ് റിപ്പോർട്ട് ഇൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ തിനൈസ്. തിനൈസിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് എഴുതാനാണ്. ഫസ്റ്റ് 1 ജോഗ്രഫിക്കൽ ഫീച്ചർ ഫോറസ്റ്റ് മൗണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അവിടെ ഏതാണ്? അതെന്ന് പറയുന്നത് കുറിഞ്ചി ആണല്ലോ. അപ്പോൾ ഇവിടെ കുറിഞ്ചി എന്നാണ് വരുന്നത്, കുറിഞ്ചി. ഇനി അടുത്തത് നോക്കൂ, മുല്ലയാണ്. മുല്ലയിൽ എന്താണ്? ഗ്രാസ് ലാൻഡ്സ് ആണല്ലേ. അപ്പോൾ അവിടെ ഗ്രാസ് ലാൻഡ്സ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി അവിടെ കാറ്റൽ റിയറിംഗ് ആണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. പാലൈ എന്താണ്? അറി റീജിയൻ ആണ്. അവിടെ എന്താണ്? റൂബറി ഒക്കെയാണ് വരുന്നത് അല്ലേ. റോബറി എന്നുള്ളത് എഴുതി കൊടുത്താൽ മതി. റോബറി എന്നുള്ളതാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റോബറി. ഡി എന്ന് പറയുന്നത് ഏതാണ്? അഗ്രികൾച്ചർ ഫീൽഡ്സ് ആണ്. അഗ്രികൾച്ചർ ആണ്. അത് ഏതാണ്? മരുതമാണ് അല്ലേ. മരുതം എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി അടുത്തത് നെയ്തലാണ്. കോസ്റ്റൽ ഏരിയാസ് ആണ്. അവിടെ എന്താണ്? ഫിഷിംഗ് ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഫിഷിംഗ് എന്ന് എഴുതി കൊടുക്കുക. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കിയപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക. നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്സ് മാത്സ് ആണ്. അത് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.